മട്ടന്നൂർ നഗരസഭാ ഭരണം തുടർച്ചയായ 5ാം തവണയും എൽഡിഎഫിന്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വൻ വിജയം. 28 വാർഡിൽ എൽഡിഎഫ് വിജയിച്ചു. 7ഇടത്ത് യുഡിഎഫും വിജയിച്ചു. പെരിഞ്ചേരി, കുഴിക്കൽ, പെറോഡ വാർഡുകൾ എൽഡിഎഫ് നിലനിർത്തി. 7 വാർഡുകൾ യുഡിഎഫിൽ നിന്നും എൽഡിഎഫ് പിടിച്ചെടുത്തു. ദയനീയ പ്രകടനമാണ് ബിജെപി കാഴ്ചവെച്ചത്. അത്യുജ്വല വിജയം നേടിക്കൊണ്ടാണ് ഇത്തവണ മട്ടന്നൂർ നഗരസഭ ഇടതുമുന്നണി നിലനിർത്തിയത്. 35 വാർഡുകളിൽ 28 എൽഡിഎഫ് നേടിയപ്പോൾ യുഡിഎഫ് 7 സീറ്റുകളിൽ ഒതുങ്ങി. പുതിയ വാർഡായ കല്ലൂരടക്കം കോൺഗ്രസിന്റെ 3 വാർഡുകളും ലീഗിന്റെ 2 വാർഡുകളും ഇടതുമുന്നണി പിടിച്ചെടുത്തു. ലീഗ് സമഗ്രാധിപത്യം നിലനിർത്തിയിരുന്ന ആണിക്കൽ, കളറോഡ്, നാലാങ്കരി വാർഡുകളിൽ ഇടതുമുന്നണി അട്ടിമറി വിജയം നേടി. ബേരം, മിനിനഗർ, മട്ടന്നൂർ ടൗൺ, കയനി, മണ്ണൂർ, പാലോട്ടുപള്ളി വാർഡുകൾ മാത്രമാണ് യുഡിഎഫിന് നിലനിർത്താനായത്. ഇതിൽ 3 ലീഗ് സീറ്റുകളാണ്. കോൺഗ്രസ് 4 ഒതുങ്ങി. സിപിഐഎം പിടിച്ചെടുത്ത മേറ്റടി, കോളാരി, ഇടവേലിക്കൽ വാർഡുകളിലും എൽഡിഎഫ് നേടിയ കുഴിക്കൽ വാർഡിലും ബിജെപി 2ാം സ്ഥാനത്തെത്തി. ഇത് കോൺഗ്രസ് വോട്ടിലുണ്ടായ വൻ ചോർച്ചയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദേശീയതലത്തിൽ ബിജെപിക്കേറ്റ തിരിച്ചടിയായും കേരളത്തിൽ എൽഡിഎഫിന്റെ ഭരണത്തിനുള്ള അംഗീകാരമായും വിജയത്തെ വിലയിരുത്തുന്നതായി സിപിഐഎം ജില്ലാ സെക്രട്ടറി പി.ജെ. രാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് എൽഡിഎഫ് ഭരണത്തിന് കീഴിൽ അക്രമം മാത്രമാണ് നടക്കുന്നത് എന്ന നിലക്കാണ് ബിജെപിക്കാർ പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചരണത്തിന് തക്കതായ മറുപടിയാണ് മട്ടന്നൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ചരിത്ര വിജയം നേടിയ ഇടതുമുന്നണി മട്ടന്നൂർ നഗരസഭയിലെ സമഗ്രാധിപത്യം ഇനിയും തുടരും. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി.വി. ജോഷില. കണ്ണൂരിനെ കലാപഭൂമി എന്ന് വിളിച്ചാക്ഷേപിച്ചവർക്ക് മട്ടന്നൂർ ജനത നൽകിയ മറുപടിയായി തെരഞ്ഞെടുപ്പ് ഫലം. യുഡിഎഫിന്റെ പ്രസക്തി നഷ്ടമായതിനോടൊപ്പം ബിജെപി വട്ടപൂജ്യമായതും ഇരു മുന്നണികൾക്കും കനത്ത തിരിച്ചടിയായി. അതേസമയം ഏവരും ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ മിന്നുന്ന ജയം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി. സംസ്ഥാനം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ മട്ടന്നൂർ നഗരസഭയിൽ നടന്നത്. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ബിജെപിയുടെയും സംസ്ഥാന നേതാക്കൾ പ്രചാരണത്തിനായി മട്ടന്നൂരിലെത്തി. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് RSS ആവശ്യപ്പെട്ട ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ നേടി. കണ്ണൂർ സംഘർഷഭൂമിയാണെന്ന് പ്രചരിപ്പിക്കുന്നതിനായി കേന്ദ്രമന്ത്രിമാരും ബിജെപി കേന്ദ്ര നേതാക്കളും ദിവസങ്ങളോളം കണ്ണൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തിയിരുന്നു. ദേശീയ തലത്തിൽ സിപിഐഎമ്മിനെതിരെ ശക്തമായ പ്രചാരണമായിരുന്നു ബിജെപി നേതൃത്വം ഉന്നയിച്ചിരുന്നത്. ബിജെപി പ്രചാരണത്തെ കൂട്ടുപിടിച്ച് സംസ്ഥാനത്തെ യുഡിഎഫ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യേണ്ടത്. എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ച് എൽഡിഎഫ് മിന്നുന്ന ജയം നേടി. യുഡിഎഫിന്റെ കോട്ടകളെല്ലാം തകർന്നടിഞ്ഞു. 7 സീറ്റുകളാണ് എൽഡിഎഫ് പിടിച്ചെടുത്തത്. ലീഗും വൻ തകർച്ച നേരിട്ടു. അക്കൗണ്ട് തുറക്കുമെന്ന് അവകാശപ്പെട്ട ബിജെപി ആകട്ടെ വട്ടപൂജ്യമായി. ഭൂരിഭാഗം വാർഡുകളിലും ബിജെപിക്ക് 3 അക്കം പോലും തികക്കാൻ കഴിഞ്ഞിട്ടില്ല. യുഡിഎഫിന്റെയും ബിജെപിയുടെയും കുപ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞതിനൊപ്പം എൽഡിഎഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായി മട്ടന്നൂരിലെ ജനവിധി. പി.വി. കുട്ടൻ, കോഴിക്കോട്. 4 സീറ്റ് മട്ടന്നൂരിൽ നേടുമെന്ന് പറഞ്ഞ ബിജെപിയെ മട്ടന്നൂർ ജനത ഇത്തവണയും കൈയൊഴിഞ്ഞു. കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കൾ മട്ടന്നൂരിലെത്തിയെങ്കിലും നേരത്തെ ലഭിച്ച വോട്ട് പോലും ബിജെപിക്ക് ലഭിച്ചില്ല. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ നേടുമെന്ന് പ്രഖ്യാപിച്ച ബിജെപിക്ക് കനത്ത പ്രഹരമായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷം നേടിയതിനേക്കാൾ വോട്ട് കുറയുന്ന സ്ഥിതിവിശേഷമായിരുന്നു. ഫലം വന്നപ്പോൾ 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെന്നായിരുന്നു ബിജെപിയുടെ അവകാശവാദം. അയ്യല്ലൂർ വാർഡിൽ 610 വോട്ട് നേടി എൽഡിഎഫ് വിജയിച്ചപ്പോൾ 90 വോട്ട് ബിജെപിയും 75 വോട്ട് യുഡിഎഫും നേടി. കഴിഞ്ഞ വർഷം യുഡിഎഫ് നേടിയ 303 വോട്ടിൽ 228 വോട്ടും നഷ്ടമായി. കരേറ്റയിൽ 524 വോട്ട് നേടി എൽഡിഎഫ് വിജയിച്ച വാർഡിൽ 329 വോട്ട് ബിജെപിക്കും 106 വോട്ട് യുഡിഎഫിനും ലഭിച്ചു. എന്നാൽ ബിജെപിക്ക് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ വോട്ട് കുറഞ്ഞു. ഇടവേലിക്കലിൽ 34 വോട്ട് ബിജെപിക്കും 29 വോട്ട് കോൺഗ്രസിനും ലഭിച്ചു. എൽഡിഎഫ് 705 വോട്ടിന് വിജയിച്ചു. ഈ വോട്ടുകളാണ് 2ാം സ്ഥാനത്തിന്റെ അവകാശവാദമായി ബിജെപി ഉന്നയിക്കുന്നത്. യുഡിഎഫ് വോട്ടിലെ ചോർച്ച മാത്രമാണ് കുറച്ചെങ്കിലും ബിജെപിക്ക് തുണയായത്. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന ശേഷം നേരിടുന്ന 2ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. മലപ്പുറത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബിജെപിയുടെ സ്ഥിതി അതിദയനീയമായിരുന്നു. മട്ടന്നൂർ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം ആക്രമണകാരികളാണെന്ന ബിജെപി പ്രചരണവും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. രാജ്യഭരണവും ബിജെപിയെ തുണച്ചില്ല. മേറ്റടി, കോളാരി, ദേവർകാട് എന്നിവിടങ്ങളിലല്ലാതെ മറ്റൊരിടത്തും ബിജെപിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും ലഭിച്ചില്ല. അതിദയനീയമായിരുന്നു മട്ടന്നൂർ നഗരസഭയിലെ ബിജെപിയുടെ പരാജയം. മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം പി.വി. ജോഷില.
നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. പൾസർ സുനിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നും ഒരേ ടവർ ലൊക്കേഷനിൽ വന്നത് ഗൂഢാലോചനയ്ക്കുള്ള തെളിവല്ല എന്നുമാണ് ദിലീപിന്റെ ഒരു വാദം. പൾസർ സുനിയുടെ കത്ത് കിട്ടിയ ദിവസം DGP അറിയിച്ചിരുന്നുവെന്നും പരാതി നൽകാൻ വൈകിയിട്ടില്ലെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. പരാതി നൽകാൻ 20 ദിവസം വൈകിയെന്ന പോലീസ് വാദം തെറ്റാണെന്ന് ദിലീപ് ജാമ്യാപേക്ഷയിൽ പറയുന്നു. പൾസർ സുനിയുടെ കത്ത് കിട്ടിയ ദിവസം തന്നെ DGPക്ക് വാട്സാപ്പ് ചെയ്ത് നൽകിയിരുന്നു. ബെഹ്റയുടെ പേഴ്സണൽ നമ്പറിലേക്കാണ് അയച്ചത്. പൾസർ സുനിയെ താൻ കണ്ടിട്ടില്ല. അമ്മ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്ന ഹോട്ടലിൽ സുനി വന്നിട്ടുണ്ടാകാം. അക്കാലത്ത് മുകേഷിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനി. അബാദ് പ്ലാസയിൽ റിഹേഴ്സലിന്റെ ഭാഗമായി ദിലീപ് താമസിച്ചിരുന്നു. ഒരേ ടവർ ലൊക്കേഷനിൽ വന്നു എന്ന വാദത്തിന് അതുകൊണ്ടുതന്നെ കാര്യമില്ലെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ആദ്യ ജാമ്യാപേക്ഷ തള്ളിയ ശേഷം സാഹചര്യം മാറിയതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണം പൂർത്തിയായതായും അന്വേഷണവുമായി താൻ പൂർണ്ണമായി സഹകരിച്ചുവെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ദിലീപ് കേസിലെ സൂത്രധാരനല്ല. ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയല്ലെന്നും ഹർജിയിൽ പറയുന്നു. ഒന്നാം പ്രതി പൾസർ സുനി അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെയാണ് മൊബൈൽ ഫോൺ ഏൽപ്പിച്ചത്. നടിയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണിനെക്കുറിച്ച് അന്വേഷണ ഏജൻസിക്ക് ഒരറിവുമില്ല. ദിലീപിനെ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രതി ചേർത്തത്. മാധ്യമങ്ങളും പോലീസും ചേർന്ന് ദിലീപിനുമേൽ കുറ്റം കെട്ടിവെച്ചതാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ദിലീപ് ജയിലിലായതിനാൽ 50 കോടി രൂപയുടെ സിനിമാ പ്രൊജക്ടുകൾ തടസ്സപ്പെട്ടു. രാമലീല, കമ്മാരസംഭവം, പ്രൊഫസർ ഡിങ്കൻ തുടങ്ങിയ സിനിമകളുടെ ചിത്രീകരണമാണ് തടസ്സപ്പെട്ടത്. ഇതുവരെ ദിലീപ് ഒരു സാക്ഷിയെപ്പോലും സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. 146 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ദിലീപ് നിർമ്മാതാവും വിതരണക്കാരനുമാണ്. ദിലീപ് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ അഭിനേതാവാണെന്നും ഹർജിയിൽ അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജൻ ഔഷധിയുടെ മറവിൽ നിരവധി പേരിൽ നിന്നും AN രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ ഏജൻസി പണം വാങ്ങിയതിന്റെ ശബ്ദരേഖ പുറത്ത്. നിരവധി പേർ പദ്ധതിയുടെ പേരിൽ വെട്ടിപ്പ് നടത്തുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ പിന്മാറി. പണം നൽകിയിട്ടും പദ്ധതി പൂർത്തിയാക്കാതെയും നിരവധി പേരുണ്ട് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി. BJP നേതാക്കൾ പറ്റിക്കുന്നതാകട്ടെ സ്വന്തം പാർട്ടി പ്രവർത്തകരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായ രംഗത്ത് വരാൻ ഭയമുള്ളതായും ഇവർ പറയുന്നു. പാവപ്പെട്ടവർക്ക് 50% വിലക്കിഴിവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന സംഘടന തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. 108 ജൻ ഔഷധശാലകൾ തുടങ്ങാൻ BPPIയിൽ നിന്നും അനുമതി നേടിയ ശേഷമാണ് വൻതോതിൽ തട്ടിപ്പ് നടത്തുന്നത്. ഇത്തരത്തിൽ 1.17 ലക്ഷം വരെ സൈനിന് നൽകിയതായി ചങ്ങനാശ്ശേരിയിലുള്ള ഡോക്ടർ പറഞ്ഞു. അത് ഈ ഫർണിഷിംഗ് വർക്കിനല്ലേ കൊടുത്തു പറഞ്ഞേ? അങ്ങനെ വാങ്ങില്ല. അത് 1.17 കൊടുത്താല് തരും, ഫോം ഫിൽ ചെയ്യണം, അതിന് കോൺട്രാക്ട് സൈൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സൈനാണോ AN രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്നുള്ള ബോർഡല്ലേ ഇത്? BJP പ്രവർത്തകർ തന്നെയാണ് തട്ടിപ്പിന് ഇരയാകുന്നതെന്നതിനാൽ പരസ്യമായി രംഗത്ത് വരാനും ഭയമാണ് ഇവർക്ക്. പണം നൽകിയതിനോട് ചിലർ പ്രതികരിക്കാനും തയ്യാറായില്ല. അതെന്താ പറ്റിയത്? സൈൻ വഴി പോയിട്ട് എന്താ പറ്റിയത്? നിലവിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ട്രക്ക് ലൈസൻസിന്റെ നമുക്ക് തരുന്ന ഓഫീസുണ്ട്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നിസ്സാര പൈസ മതി തോന്നില്ല. അല്ല, അവര് ക്യാഷിലും ചോദിച്ചു, അവർ എത്ര രൂപ വേണമെന്നെല്ലാം പറഞ്ഞവര്. ചേട്ടാ, ഞാൻ ഇതൊന്നും ഫോണിൽ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എറണാകുളത്തെ സാമുദായിക പ്രമുഖനായ നേതാവ് സൈൻ വഴി അപേക്ഷ നൽകി 2000 രൂപ ഫീസ് അടച്ചതിനു ശേഷമാണ് ഇതിന് പിന്നിലെ പണമിടപാടിൽ കൃത്രിമമുണ്ടെന്ന് മനസ്സിലായി പിന്മാറിയത്. ഇത് സംബന്ധിച്ച രേഖകൾ അന്വേഷണം നടത്തുന്ന CBI ആവശ്യപ്പെട്ടാൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോഴയ്ക്ക് പിന്നാലെയാണ് BJP നേതാക്കളുടെ ജൻ ഔഷധിശാലയുടെ മറവിലുള്ള തട്ടിപ്പും പുറത്താകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ് മെഡിക്കൽ കോഡ് റിപ്പോർട്ട് ചോർത്തിയതിന് VV രാജേഷിനെതിരായ നടപടിയിൽ മുരളീധരപക്ഷം കടുത്ത നിലപാടിലേക്ക്. നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനം. ഔദ്യോഗിക പക്ഷത്തിനെതിരെ പുതിയ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാനും നീക്കം. V മുരളീധരൻ ഗ്രൂപ്പിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. നേതൃത്വത്തെ വെല്ലുവിളിച്ച് നടപടി നേരിട്ട യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണനും രംഗത്തെത്തി. മെഡിക്കൽ കോഡ് അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നാരോപിച്ച് സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനെതിരെ നടപടി സ്വീകരിച്ച വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ പോര് രൂക്ഷമായി. നടപടിയെ ശക്തമായി പ്രതിരോധിക്കാൻ V മുരളീധരപക്ഷം തീരുമാനിച്ചു. നടപടി വിവരം പുറത്തുവന്ന ഉടൻ V മുരളീധരൻ, VV രാജേഷ്, K സുരേന്ദ്രൻ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു. അഴിമതി നടത്തിയ നേതാക്കൾ അകത്തും അഴിമതി ചോദ്യം ചെയ്ത നേതാക്കൾ പുറത്തും എന്ന നിലപാടിനെ പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടാൻ മുരളീധരപക്ഷം തീരുമാനിച്ചു. തന്റെ ഏറ്റവും വിശ്വസ്തനായ രാജേഷിനെതിരായ നടപടിയെ മുരളീധരൻ വൈകാരികമായാണ് കാണുന്നത്. വ്യാജ റെസീറ്റ് പുറത്തുവിട്ട വിഷയത്തിൽ നടപടി നേരിട്ട യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രഫുൽ കൃഷ്ണനും മുരളീധരന്റെ നോമിനിയാണ്. ഇവിടെയും അഴിമതി ആരോപണം നേരിട്ട PK കൃഷ്ണദാസിന്റെ അനുയായിയായ സംസ്ഥാന കമ്മിറ്റി അംഗം M മോഹനെതിരെ നടപടി സ്വീകരിക്കാതെയാണ് പ്രഫുലിനെതിരെ നടപടിയെടുത്തത്. അച്ചടക്ക സമിതിക്ക് മുമ്പാകെ വിശദീകരണം നൽകാൻ അവസരം പോലും നൽകാതെ
ഇരു നേതാക്കൾക്കുമെതിരെ തിടുക്കത്തിലെടുത്ത നടപടി തനിക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് മുരളീധരൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പക്ഷ നേതാക്കൾ നടത്തിയ കൂടുതൽ ക്രമക്കേടുകളുടെ വിവരങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ എത്തിക്കാനാണ് മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രഫുൽ കൃഷ്ണൻ രംഗത്തെത്തി. സത്യം അധികകാലം മൂടിവെക്കാനാകില്ലെന്നും തല പോയാലും നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് പ്രഫുൽ കൃഷ്ണൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമീപകാലത്തൊന്നുമില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് BJP കേരള ഘടകം മുന്നോട്ട് പോകുന്നത്. അഴിമതി ആരോപണങ്ങൾക്കൊപ്പം വി മുരളീധരനും PK കൃഷ്ണദാസും പരസ്പരം പോർമുഖം തുറന്നത് അണികളെ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് കോഴയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ഇവർക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകും. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും അവരെ വെച്ചു പൊറുപ്പിക്കില്ല. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും ഫേസ്ബുക്ക് പേജിലൂടെ കുമ്മനം പ്രതികരിച്ചു. കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ നുണപ്രചാര വേലകളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി. ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും KP രാമനുണ്ണി പറഞ്ഞു. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്ന് പറയുന്നവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കൂ. ആളുകളെ അടിച്ചുകൊല്ലുന്നു. നിരപരാധികളായി ഒന്നും അറിയാതെ ട്രെയിനിൽ പോകുന്നവരെ വലിച്ചിഴച്ചിട്ട് മർദ്ദിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നത്. ഒരു മനുഷ്യന് ധൈര്യത്തോടുകൂടി ഇറങ്ങി നടക്കാനും സഞ്ചരിക്കാനും ആത്മാഭിമാനത്തോടെ സ്വന്തം അഭിപ്രായങ്ങൾ ആവിഷ്കരിക്കാനുമുള്ളൊരു സ്വാതന്ത്ര്യം, അവകാശം ഇന്ന് കേരളം എന്ന ഈ സംസ്ഥാനത്തിൽ മാത്രമാണ്. യാതൊരു സംശയവുമില്ല. അപ്പോൾ കേരളത്തെ കൂടി വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ തൽപര ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ തീർത്തും നുണപ്രചരണങ്ങളോടെയുള്ള വേലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കണം. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിന് ഉണർന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐ സപ്പോർട്ട് ഡെമോക്രസി എന്നുള്ളത് വെറും ബുദ്ധിജീവികളുടെയും എഴുത്തുകാരുടെയും മാത്രം പ്രസ്താവനകളാകരുത്. എല്ലാ സാധാരണ മനുഷ്യരും പൗരന്മാരും ഞാൻ ജനാധിപത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു, ജനാധിപത്യത്തെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ദുരുദ്ദേശപരമായിട്ടുള്ള നീക്കങ്ങളെ ചെറുക്കേണ്ടതാണ്. ജനാധിപത്യം ഇത്രമേൽ ഭീഷണി നേരിടുന്ന കാലമുണ്ടായിട്ടില്ലെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കേന്ദ്രാധികാരം ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഇടത് സർക്കാരിനെ അട്ടിമറിക്കുന്നത് പോലുള്ള വിഡ്ഢിത്തരം BJP കാണിക്കില്ലെന്ന് ആശിക്കാനേ സാധിക്കുമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റിനെ ഫാഷിസ്റ്റ് രീതികൾ അവലംബിച്ചുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഏതായാലും നടന്നാലും ചരിത്രവിരുദ്ധമാണ്. നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ജനാധിപത്യമായ വിരുദ്ധമായ രീതിയിൽ അട്ടിമറിച്ചത് ആദ്യത്തെ പാപമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കേരള ഗവൺമെൻറ്റിനെ ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ കേരള ഗവൺമെൻറ്റിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തെയും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറയുന്ന ക്രമസമാധാന തകർച്ചയിൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിലെ കക്ഷികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ വിടവാങ്ങൽ പ്രസംഗം. സർക്കാരിനെ സ്വതന്ത്രമായി വിമർശിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെ അനുവദിച്ചില്ലെങ്കിൽ ജനാധിപത്യം ദുർഭരണത്തിലേക്ക് വഴിമാറുമെന്ന് അൻസാരി പറഞ്ഞു. രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അസ്വസ്ഥത നിലനിൽക്കുന്നതായും ബീഫ് നിരോധനവും ആൾക്കൂട്ട ആക്രമണവുമെല്ലാം അതിന് കാരണമാകുന്നുവെന്നും രാജ്യസഭാ TVക്ക് നൽകിയ അഭിമുഖത്തിൽ അൻസാരി ചൂണ്ടിക്കാട്ടി. 10 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ഹമീദ് അൻസാരിക്ക് രാജ്യസഭാംഗങ്ങൾ ഊഷ്മളമായ യാത്രയപ്പാണ് നൽകിയത്. വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ഹമീദ് അൻസാരി കേന്ദ്ര സർക്കാർ സമീപനങ്ങളെ പരോക്ഷമായി വിമർശിച്ചു. സർക്കാർ നയങ്ങളെ സ്വതന്ത്രമായി വിമർശിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കാതിരിക്കുന്നത് ജനാധിപത്യമല്ല. ഇത്തരം പ്രവണതകൾ ജനാധിപത്യം ദുർഭരണത്തിലേക്ക് വഴിമാറുന്നതിന് വഴിവെക്കും. ന്യൂനപക്ഷത്തിന് നൽകുന്ന സംരക്ഷണത്തിലൂടെയാണ് ജനാധിപത്യം സമുന്നതമാകുന്നത്. അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങൾക്കും അവരവരുടേതായ ഉത്തരവാദിത്വമുണ്ടെന്നും ഹമീദ് അൻസാരി പറഞ്ഞു. വിടവാങ്ങലിനു മുമ്പായി രാജ്യസഭ TVക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ അസ്വസ്ഥത പടരുന്നു എന്ന കാര്യം അൻസാരി ചൂണ്ടിക്കാട്ടി. അസഹിഷ്ണുത കാരണം രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ട്. ആൾക്കൂട്ട ആക്രമണം, ബീഫ് നിരോധനം, സദാചാര ഗുണ്ടായിസം തുടങ്ങിയവയെല്ലാം അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നു. എല്ലാവരെയും അംഗീകരിക്കുക എന്ന ഇന്ത്യക്കാരുടെ മനോഭാവത്തിന് കോട്ടം തട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യസഭയിലെ മുതിർന്ന അംഗങ്ങൾ സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതിക്ക് ആശംസകൾ നേർന്നു. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനമായിരുന്നു അൻസാരിയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
രാജ്യസഭയിൽ ചർച്ച കൂടാതെ ബിൽ പാസാക്കാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ തടഞ്ഞതിന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഹമീദ് അൻസാരിയെ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ